ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് നമ്മൾ രാവിലെ തന്നെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് മുറ്റത്ത് നിറച്ചും ചണ്ടിയും കാര്യങ്ങളൊക്കെ. ഒന്നാമത് ഇന്നലെ നമ്മളിവിടെ പോസ്റ്റൊക്കെ മാറ്റാനുണ്ടായിരുന്നു. എന്താ ഫ്രണ്ടിൽ കാണുന്ന പോസ്റ്റ് ഇങ്ങോട്ട് മാറ്റാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലങ്കോലമായി കിടക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. പിന്നെ ഈ റോസ് നമ്മൾ അന്ന് പ്രൂൺ ചെയ്ത റോസായിരുന്നു. അത് ഞാൻ വിചാരിച്ചില്ലേ പൂവിടുന്നു, പക്ഷേ നല്ല രീതിയിൽ നല്ലൊരു പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ പൂവ്. പിന്നെ ഞാൻ ആ ഒരു വൈറ്റ് റോസിന് കൂടെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി നല്ല പൂവൊക്കെ ഇടുന്നുണ്ട്. ഞാൻ ഉണ്ടായ പൂവിൻ്റെ ഒക്കെ ഒന്ന് കട്ടിങ്സും ചെയ്ത് കൊടുത്തു. പിന്നെ ചിലതൊക്കെ വാടിപ്പോയി. 2 ദിവസം ഞാനൊന്ന് നനയ്ക്കാതെ നിന്നുപോയി. പിന്നെ വേറെ ആരും നനയ്ക്കാത്തതുകൊണ്ട് അതൊന്ന് വാടിപ്പോയി. അപ്പം എൻ്റെ കുറേ ചെടികൾ അതുകൊണ്ട് നല്ല ഇലയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ ഞാൻ എൻ്റെ കടലാസ് പൂവൊക്കെ പൂ ഇടുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഇല ഫുള്ള് കൊഴിയുന്നുണ്ട്, എന്താ അറിയില്ല. പിന്നെ ഞാൻ എല്ലാ റോസും ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു നാടൻ റോസാണ് ഇപ്പോൾ പ്രൂൺ ചെയ്യുന്നത്. അതിൻ്റെ കൊമ്പ് ഞാൻ ആ ഒരു വേറെ ചട്ടി തന്നെ ആക്കിയിട്ട് കുഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അന്ന് നമ്മൾ മാറ്റി കുഴിച്ച മെലസ്റ്റോമയായിരുന്നു ഇത്. ഈ ഫുള്ള് മഞ്ഞ നമ്മുടെ ആ ഒരു കടലാസ് പൂന്ന് കഴിഞ്ഞാൽ. പിന്നെ ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഓവർ വെയിലും ഇല്ല, എന്നാൽ ഓവർ മഴയും കാര്യവും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഞാൻ നമ്മളെ ഈ ഫ്രണ്ടിൽ തന്നെ അച്ഛൻ തെങ്ങിന് തട എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്കാണ് ഇപ്പോൾ ഇടുന്നത്. കാരണം നമുക്ക് നാളെ അത് അടയ്ക്കും, അവിടെ മണ്ണ് പിന്നെയും അങ്ങോട്ട് തന്നെ ഇടും. ഇതാണ് നമ്മൾ പ്രൂൺ ചെയ്തെടുത്ത് തന്നതിലുണ്ടായി പൂവ് കേട്ടോ. അപ്പം എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു പൂവ്. പിന്നെ അന്ന് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന കുപ്പിയാണ് ഇതിന്. ഞാൻ ആ കുപ്പിയിലോണ്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വിങ്ങലും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല വേർത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ ചുമ്മാ നമ്മുടെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് സൈഡും കൂടെ അടിച്ചാലുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് നേരം, ഇത് നമ്മളിവിടെ ഉണ്ടായ വാഴക്കൊലയാണ് കേട്ടോ. ശരിക്കും അപ്പുറത്തെ തൊടിയിലാണ്, പക്ഷെ ഞങ്ങളാണ് കുഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അതാണ് നമ്മൾ തട എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നാളെ ക്ലോസ് ചെയ്യും. അപ്പം ബൈ.